ഇത് കുട്ടിക്കളിയല്ല. അപ്പൊ ഒരുപാട് കൂട്ടുകാരുമൊത്ത് നമ്മൾ ഇരിക്കുന്നത് കോഴിക്കോടാണോ? അല്ല. തൃശ്ശൂരാണോ? അല്ല. കൊല്ലത്താണോ? അല്ല. പിന്നെ എവിടെയാണ്? സൂ ഉള്ളത് എവിടെയാണ് സ്ഥലം? തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരത്തെ സൂയിലാണ് നമ്മൾ ഉള്ളത് അല്ലേ? അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥി ആരാന്ന് നിങ്ങൾ പരിചയപ്പെടുത്തട്ടെ. ഞാൻ നമ്മൾക്ക് അസുഖമൊക്കെ വന്നാൽ നമ്മൾ എവിടെ പോവും? ഹോസ്പിറ്റലിൽ പോവും. അപ്പൊ ഈ പാവപ്പെട്ട മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാലോ? സൂ ഹോസ്പിറ്റലോ? കിടിലാണ്. അപ്പൊ സൂ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടാവില്ലേ ഈ മൃഗങ്ങളെയൊക്കെ നോക്കാനായിട്ട്? ഇല്ലേ? അപ്പോ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ മൃഗങ്ങളെല്ലാം നോക്കുന്ന വെറ്റിനറി സീനിയർ സർജൻ ആയിട്ടുള്ള ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറാണ്. ഓക്കെ, അപ്പൊ സാറിന് ഒരു കൈയടി കൊടുത്ത എല്ലാവരും. സാറിന് നമുക്ക് വെൽക്കം ചെയ്യാം. ഓക്കെ സാർ, വെൽക്കം ടു ദ ഷോ. ഇന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാരും ഒത്ത് നമുക്ക് അവർക്ക് ഒരുപാട്, ഇപ്പൊ ഞാനൊക്കെ കൊച്ചി ചെറുതിലെ സൂവിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ സൂ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒത്തിരി സംശയമില്ല. ഇപ്പൊ സൂ കണ്ട എല്ലാവരും കണ്ടില്ലേ വന്നേ? ഇല്ലേ? അപ്പൊ നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം നമുക്ക് ഈ ഡോക്ടറോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഡോക്ടർ നിങ്ങളൊന്ന് അഡ്രസ് ചെയ്യട്ടെ. നമ്മുടെ തിരുവനന്തപുരം സൂ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സൂ കേട്ടോ. ഏകദേശം 160 വർഷങ്ങളോളം പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സൂ ആണ്. ഈ സൂവിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളും ഇതെല്ലാം മഹാരാജാവ് പണ്ട് ചെറിയ തൈകളായിട്ട് ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുപോയിട്ട തൈകളാണ് ഇപ്പം മരങ്ങളായിട്ട് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ സൂവിനകത്ത് കയറുമ്പോഴേ നമുക്ക് സിറ്റിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു തണുപ്പ് അനുഭവിക്കുന്നില്ലേ? അത് ഈ മരങ്ങൾ കാരണം. ഈ സൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സിറ്റിയുടെ നടുക്കുള്ള കൊച്ചു സൂ ആണെങ്കിലും ഒരുപാട് മരങ്ങളും പക്ഷികളും ഒക്കെ ഉള്ള ഒരു സൂ ആണ്. അപ്പോഴേ മോനെ, മൈക്ക് കുറെ നേരമായി പിടിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും ചോദിക്കാനുണ്ടല്ലോ? ഡോക്ടർ എന്തോ സംശയമില്ലേ ചോദിക്കാനായിട്ട്? ധൈര്യമായിട്ട് ചോദിച്ചോ. ആദ്യത്തെ ആള് തന്നെ സംശയം. മോന്റെ പേര് ആദ്യം പറഞ്ഞു. My name is Lakshman S. ലക്ഷ്മൺ എസ്. നല്ലൊരു കൈയടി കൊടുത്തത് ലക്ഷ്മണിന്. അടിപൊളി. ലക്ഷ്മൺ എവിടെയാണ് സ്ഥലം? തളിയൽ റോഡ്, തിരുവനന്തപുരം. ലക്ഷ്മണിന് ഫേവറേറ്റ് ആയിട്ടുള്ള ടൈഗർ അല്ലേ? ഓക്കെ, ഇവിടെ എത്ര ടൈപ്പ് ടൈഗർ ഉണ്ടെന്ന് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഇവിടെ നമുക്ക് 2 തരം ടൈഗറാണുള്ളത്. നമ്മൾ ഓറഞ്ച് കളറിലുള്ള ടൈഗർ റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറയും. റോയൽ ബംഗാൾ ടൈഗർ. പിന്നെ നമ്മുടെ വെള്ള നിറത്തിലൊരു ടൈഗർ ഉണ്ട്. എന്ത് ടൈഗറാ അത്? വൈറ്റ് ടൈഗർ. 2 വൈറ്റ് ടൈഗറാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് മലരും ശ്രാവണും. മലറിനെ നിങ്ങൾക്ക് അറിയാമോ? ആരാണ് മലര്? മലരേ ഏതാണ്? പൂവ്. അടിപൊളി. മലർ എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു പൂവെന്ന്. വേറെ ആർക്കറിയാം മലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സായി പല്ലവിയാണ് മലർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു മലറുണ്ട്. മലറിന് കൂട്ടിനായിട്ട് ആരുണ്ട് സാറേ? ശ്രാവണുണ്ട്, ഇപ്പൊ ജോർജും ഉണ്ട്. ശ്രാവണും ജോർജും ഉണ്ട് കേട്ടോ. നമ്മുടെ ജോർജ് അത് കൊള്ളാലോ. ശ്രാവൺ വെള്ളക്കടുവ, ശ്രാവണും മലരും വൈറ്റാ. ജോർജ് പക്ഷെ ബംഗാൾ ടൈഗറാ. ഈ ബംഗാൾ ടൈഗറും വൈറ്റ് ടൈഗറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നിറത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ബംഗാൾ ടൈഗറിന് തന്നെ ഒരു ചെറിയ കളർ വ്യത്യാസം, ഒരു മ്യൂട്ടേഷൻ, ജീനിൽ മ്യൂട്ടേഷൻ വരുമ്പോഴത്തേക്കും ആ ഓറഞ്ച് കളറിൻ്റെ അവിടെ വൈറ്റ് കളർ ആവുന്നതാണ് വൈറ്റ് ടൈഗർ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ വേറൊരു സ്പീഷീസ് അല്ല, ഒരു കളർ ഡിഫറൻസ് വരുന്നതാണ് വൈറ്റ് ടൈഗർ. അപ്പോൾ വൈറ്റ് ടൈഗറും ബംഗാൾ ടൈഗർ, റോയൽ ബംഗാൾ ടൈഗറാണ് നമ്മുടെ സൂവിലുള്ള 2 തരം ടൈഗേഴ്സ്. ഈ ഡോക്ടറെ, നമ്മുടെ ഇവരുടെ പ്രായത്തിലുള്ള ഡോക്ടർ ഒന്ന് തിരിച്ചു ചെല്ലുക. ചെറിയ കാലത്ത് ഈ സൂ ഇവിടെ സന്ദർശിച്ചിരുന്നോ? ഈ പ്രായത്തില് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലേ? അതെ. എനിക്ക് 1 വയസ്സായിരുന്നപ്പോഴേ ഈ സൂ ചോദിച്ചു. ഈ സൂ എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? 1857 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് രാജാവ്, അന്ന് നമ്മുടെ ഈ കേരളം ഒന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അന്ന് മഹാരാജാവ് ഉണ്ടായിരുന്ന സമയത്ത് തോവാള എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ കുതിരകളെ മെയിൻറ്റെയിൻ ചെയ്തു. നമ്മൾ ഓണത്തിനൊക്കെ പൂ പറിക്കാൻ പോണേ. അപ്പോൾ അവിടെ ഒരു കുതിരാലയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുതിരാലയം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും അപ്പം പിന്നെ രാജാവിനൊരു മോഹം ഉദിച്ചു, പല മൃഗങ്ങളെ പതുക്കെ കൊണ്ടുവന്നാലോ എന്നൊരു മോഹം ഉദിച്ചിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കുറേശ്ശെ മൃഗങ്ങളെ കൊണ്ട് കൂടുകളിൽ താമസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുകളിൽ താമസിപ്പിച്ച് ഓരോ കളക്ഷനായിട്ട് കൊണ്ടുവന്ന് ഒരു വലിയ കളക്ഷനായി മാറുകയായിരുന്നു. പിൽക്കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം സെൻട്രൽ സൂ അതോറിറ്റി എന്ന് പറഞ്ഞൊരു സൂ അതോറിറ്റി ഫോം ചെയ്തു ഇന്ത്യയിലാകെ. അപ്പം അവർ പറഞ്ഞു, നമ്മൾ ഈ മൃഗങ്ങളെ കമ്പി അഴിയിലിട്ട് പ്രദർശിപ്പിക്കുന്നത് അത്ര നല്ലതല്ല, ഓപ്പണായിട്ട് കാടുകളിൽ കാണുന്ന പോലെ അതിൻ്റെ ഒരു ചെറിയ ഫെസിലിറ്റി ഇവിടെ ഉണ്ടാക്കി കൊടുത്താൽ നാച്ചുറലായിട്ട് മൃഗങ്ങളെ കാണുന്ന പോലെ കാണാൻ പറ്റും.
എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ അന്നത്തെ കമ്പി കൂടുകളൊക്കെ മാറ്റി ചെറിയ ചെറിയ ഓപ്പൺ എൻക്ലോഷേഴ്സ് ആയിട്ട് മാറ്റിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാമല്ലോ, കുരങ്ങന്മാരൊക്കെ ഇപ്പം മരത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഓപ്പൺ എൻക്ലോഷേഴ്സ് ആക്കി പുതിയൊരു മോഡേൺ സൂ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണ് ഇപ്പം നമ്മുടെ സൂ. അപ്പോൾ ആരാണ് സൂ തുടങ്ങിയെന്ന് മനസ്സിലായല്ലോ. ആരാണ്? നമ്മുടെ പഴയ രാജാവ്. എങ്ങനെയാണ് ഡോക്ടർ ഇവിടെ ഫീഡ് ചെയ്യുന്നത്? നമ്മൾ ഫീഡ് ചെയ്യുന്നത് കഴിഞ്ഞാൽ രാവിലെ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് നമുക്ക് സൂ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ എല്ലാവിധ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ ആ സാധനങ്ങളെല്ലാം അതിൻ്റെ ക്വാളിറ്റി നല്ല സാധനമാണോ ചീത്ത ആയിട്ടുള്ള സാധനമാണോ എന്നൊക്കെ നോക്കി അതിൻ്റെ ചീത്തയൊക്കെ മാറ്റി നല്ല സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഈ തീറ്റ എല്ലാം പ്രിപ്പയർ ചെയ്ത് എന്തൊക്കെ തരം തീറ്റയാണ് കൊടുക്കുന്നതെന്നറിയോ? കുരങ്ങന്മാർക്ക് ഗ്രേപ്സ്, ഓറഞ്ച്, പൈനാപ്പിൾ, കപ്പലണ്ടി, പിന്നെ അങ്ങനെ അങ്ങനെ ഷുഗർ കെയിൻ, അങ്ങനെ ഓരോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രത്യേകം ഡയറ്റുണ്ട്. അവരുടെ ഡയറ്റ് ചാർട്ട് അനുസരിച്ച് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വണ്ടി കൊണ്ടുപോയി രാവിലെയും വൈകിട്ടുമായിട്ടാണ് കൊടുക്കുന്നത്. ഈ കരടിക്കൊക്കെ എന്താ കൊടുക്കുന്നത് അറിയോ? ഹിമാലയൻ കരടിക്ക്. കരടിക്ക് എന്ത് ഫുഡായിരിക്കും? ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ കൊടുത്താൽ കരടിക്ക് മതിയാവോ? കരടി എന്തായിരിക്കും കഴിക്കുന്നത്? പറഞ്ഞു വെരി ഗുഡ്. മോൻ പറഞ്ഞു ഹണി കേട്ടോ. അത് പന്നിക്കരടി, സ്ലോത്ത് ബെയർ എന്ന് പറയുന്ന പന്നിക്കരടിക്കും ഒക്കെ നമ്മൾ ഹണിയാ കൊടുക്കുന്നത്. എനിക്ക് മയില് കരയാൻ പറ്റും. മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. പോരട്ടെ, മയിൽ എങ്ങനെയാണ് കരയണമെന്ന് കാണിച്ചു തന്നെ നമുക്ക്. നല്ലൊരു കൈ കൊടുത്തേ. സൂപ്പർ ആക്കി കേട്ടോ. ഡോക്ടർ, എനിക്കൊരു സംശയം. ഈ ടൈഗർ, ഇവിടുത്തെ സൂലുള്ള അനിമൽസ്, ആ അനിമൽസ് എല്ലാം എങ്ങനെ കൊണ്ടുവരുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നല്ലൊരു കൈ കൊടുക്കാം. നല്ല ചോദ്യം കേട്ടോ. ഈ അനിമൽസിനെ എല്ലാം നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഇല്ലേ? നിങ്ങളെയൊക്കെ ആര് കൊണ്ടുവന്നു? അച്ഛനും അമ്മയൊക്കെ കൊണ്ടുവന്നു. നമ്മൾ ഈ അനിമൽസിനെ എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇല്ലേ? നല്ല സംശയമാണ്. ഡോക്ടർ പറയട്ടെ അതിന് ഉത്തരം. ഈ നമ്മുടെ സൂലെ അനിമൽസിനെയൊക്കെ മോന് എന്തെങ്കിലും കളക്ഷൻ ഉണ്ടോ? സ്റ്റാമ്പ് കളക്ഷനോ കോയിൻ കളക്ഷനോ അങ്ങനെ എന്തെങ്കിലും കളക്ഷൻ ഉണ്ടോ? ഹോബി ഉണ്ടോ? ആർക്കൊക്കെ ഉണ്ടോ ഇവിടെ ഹോബീസ്? എന്തെങ്കിലും കളക്ട് ചെയ്യുന്ന ഹോബീസ് ഉള്ള ആർക്കൊക്കെ ഉണ്ട്? മോക്കില്ലേ? മോനുണ്ടോ? പിക്ചേഴ്സ് കളക്ട് ചെയ്യും. വെരി ഗുഡ്. മോൻ എങ്ങനെയാ പിക്ചർ, പലതരം പിക്ചർ കളക്ട് ചെയ്യുന്ന? മോൻ ഇല്ലാത്തത്, കൂടുതലുള്ളത് ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരുടെ മോൻ ഇല്ലാത്ത പിക്ചർ മോൻ കളക്ട് ചെയ്യും അല്ലേ? അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. ഇപ്പോൾ സ്റ്റാമ്പ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, കോയിൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സൂവിൽ അധികമായിട്ടുള്ള ആനിമൽസിനെയോ ബേർഡ്സിനെയോ ഇന്ത്യയിലുള്ള വേറെ ഏതെങ്കിലും സൂവിൽ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് മൃഗങ്ങളെ നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ചിലപ്പം നമ്മുടെ കാട്ടിൽ ചില കടുവയോ പുലിയോ ഒക്കെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് മനുഷ്യരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ആടിനെയോ പശുവിനെയൊക്കെ പിടിച്ച് തിന്നുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരെ ചിലപ്പോൾ ട്രാപ്പ് ചെയ്യും, കൂട് വെച്ച് പിടിക്കും. അങ്ങനെയുള്ള മൃഗങ്ങളെ സൂവിലേക്ക് കൊണ്ടുവരും. പിന്നെ നമ്മുടെ സിറ്റിയിൽ ചിറകൊടിഞ്ഞതോ അങ്ങനെ പല സ്ഥലത്ത് എന്തെങ്കിലും അപകടം പറ്റിയതോ മുറിവുള്ളതോ അസുഖമുള്ള മൃഗങ്ങളെയും പക്ഷികളെയും സൂ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അവിടെ തന്നെ ചികിത്സിച്ച് റെഡിയായതിനു ശേഷം നമ്മൾ ഒന്നിൽ വെളിയിലോട്ട് പറത്തി വിടും. ഇല്ല, അതിന് ചിലപ്പോൾ ഒരു കണ്ണ് കാണത്തില്ല, അല്ലെങ്കിൽ ഒരു ചിറക് ഒടിഞ്ഞിട്ട് ശരിയായതായിരിക്കും, അതിന് പറന്നു പോയതിന് തീറ്റ അന്വേഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പക്ഷികളെ നമ്മൾ സൂവിൽ തന്നെ പാർപ്പിച്ച് കഴിക്കും. ലക്ഷ്മണ സംശയം അറിയോ? ഒരു സംശയം കൂടി. നീ സംശയത്തിന്റെ ഒരു എൻസൈക്ലോപീഡിയ ആണല്ലോ. പറഞ്ഞോളൂ, അടുത്ത സംശയം എന്താണ്? ഈ പാമ്പ് ഉണ്ടല്ലോ, പാമ്പ് അവര് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിരഞ്ഞെടുത്ത് പിടിക്കൂലേ? പിടിക്കും. അനിമൽ പ്ലാനില് ഞാൻ അത് കണ്ടിട്ടുണ്ട്. അതിങ്ങനെ പിടിച്ചെടുക്കൂലേ? അപ്പൊ ആ പാമ്പ് ഇവരെ കയ്യിലൊക്കെ കുത്തൂലേ? കയ്യിൽ കൊത്തും. അപ്പൊ അവര് മരുന്നൊക്കെ സെറിഞ്ഞിട്ടിട്ടാണ് ആ പാമ്പിനെ പിടിക്കാറ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതുപോലെയൊക്കെ പാമ്പിനെ പിടിക്കാനും കാട്ടിലൊക്കെ പോകാൻ മോൻ താല്പര്യമുണ്ടോ? പാമ്പിനെ കണ്ട ഒരു പേടിയുണ്ട്. അത് നമുക്ക് മാറ്റാം. അതിപ്പോ ഡോക്ടർ മാറ്റി തരും. മോനെ, പാമ്പുകള് വിഷമുള്ള പാമ്പുണ്ട്, വിഷമില്ലാത്ത പാമ്പുണ്ട്. ഇപ്പൊ അനക്കൊണ്ട വിഷമുണ്ടോ പാമ്പിന്? അനക്കൊണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെന്താ ഒരു അനക്കം ഇല്ലാതിരിക്കണം? അനക്കൊക്കെ ഉണ്ടാക്ക്. ഗ്രീൻ അനാക്കൊണ്ടയ്ക്ക് വിഷമില്ല, അതിന് വിഷമേ ഇല്ല. അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, വേദനിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ എത്ര തരം പക്ഷികളുണ്ടെന്നുള്ളത് നമുക്ക് ഡോക്ടറെ ചോദിക്കാം. ഡോക്ടറെ, പക്ഷികളുടെ കാര്യം നോക്കി ഇവിടെ
ഇവിടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ഒരുപാട് വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത്. ഉള്ളിൽ നമ്മൾ ഈ കൂടുകളിനകത്ത് കാണുന്ന പക്ഷികളെക്കാട്ടിലും കൂടുതലാണ് ഈ മരങ്ങളിൽ കാണുന്നത്. അതായത് ഇവിടെ തന്നെ 61 ഇനം പക്ഷികൾ ഫ്രീ ഫ്ലൈയിങ് ആയിട്ട് ഈ മരത്തിലുണ്ട്. അതിൻ്റെ ടോട്ടൽ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 20,000-ന് ഉപരിയായിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റിയിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സ് ആണ് ഈ സൂവിൻ്റെ ഈ മരങ്ങൾ. എന്ത് പറ്റും, വൈകിട്ടാകുമ്പോഴത്തേക്കും ചില പക്ഷികൾ വെളിയിലോട്ട് പോകും. ഏതൊക്കെ പക്ഷികളാ വൈകിട്ട് സൂവിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നത്? ഏത് പക്ഷിയായിരിക്കും മോനെ? കാക്ക, പിന്നെ വവ്വാൽ. മിടുക്കി. രാത്രി ഭക്ഷണം തേടുന്ന ഏതാ? വവ്വാല് പോയിട്ട് ഓരോ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാനായിട്ട് വൈകിട്ടാകുമ്പോൾ ഇവിടുന്ന് പോകും. വൈകിട്ട് ചേക്കേറാനായിട്ട് ബാക്കി എല്ലാ പക്ഷികളും ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ ഈ മരങ്ങളിലൊക്കെ നോക്കിയറിയാം, ഇഷ്ടംപോലെ വവ്വാലും ബാക്കി പക്ഷികളും ഒക്കെ വൈകിട്ടാകുമ്പോഴത്തേക്ക് റൂസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന കാണാം. ഏറ്റവും അവസാനമായിട്ട് വന്ന മയില. ആദ്യം ഒരു മയിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ മയിലിന് ആഹാരമൊക്കെ കൊടുത്തപ്പോൾ അത് പോയിട്ട് വേറെ 2 മയിലുകളെ കൂടെ കൊണ്ടുവന്നു. ഇപ്പം മൊത്തം 3 മയിലുകളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ട് നല്ല രസമാണ്. കൂട്ടിലടച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു സംശയം, ഈ നിങ്ങൾ അനിമൽ നിങ്ങൾ അറ്റാക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ സൂവിലൊക്കെ വന്നു, നിങ്ങൾ അനിമൽസിന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം? ഇവിടെ സൂവിലുള്ള അനിമൽസ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഉണ്ട് സാർ, ഒരുപാട് വെക്കേഷൻ ആയിട്ട് വരും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ മൃഗങ്ങളോട് പെരുമാറണം എന്നുള്ളത് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, സൂയി വന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെടുത്ത് പെരുമാറേണ്ടതാണ് ഡോക്ടർ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഒന്നാമതായിട്ട് നമ്മൾ ഈ സൂവില് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് തരം 105 തരം വിവിധ സ്പീഷീസിലുള്ള മൃഗങ്ങളും ഒക്കെ ഉണ്ട്. ഇവർക്കെല്ലാം ഓരോ രീതിയിലുള്ള ഭക്ഷണം, ഡയറ്റ് ചാർട്ട് വെച്ചിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. അപ്പം ഈ മൃഗങ്ങളെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരം കൊടുക്കാൻ പാടില്ല. നമ്മളായിട്ട് ഒരു ആഹാരവും കൊടുത്ത് ഇവരെ ഫീഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇവരുടെ വയറ് ചീത്തയായി പോകും. അതുകൊണ്ട് നമ്മുടെ ആഹാരങ്ങൾ ഒന്നും നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മളവരെ ടീസ് ചെയ്യാൻ പാടില്ല. അതായത് വെറുതെ ചിലപ്പം ആഹാരം കഴിച്ചിട്ട് ഉറങ്ങുന്ന ഒരു മൃഗമായിരിക്കും. അപ്പോൾ അത് അനങ്ങാത്തോണ്ട് അതിനെ കുത്താനും ബഹളം വെക്കാനും കല്ലെറിയാനും ഒക്കെ ചിലർ കാണിക്കും. അത് അനങ്ങുന്നതൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരെ ഉപദ്രവിക്കാനോ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാനോ ഒന്നും പാടില്ല. അവരെ നമ്മൾ സ്നേഹിക്കുക. അത് നമ്മൾ ആഹാരം കഴിച്ചാൽ ഉറങ്ങത്തില്ലേ, രാത്രി ഉറങ്ങത്തില്ല, അതേപോലെ ഈ മൃഗങ്ങൾക്ക് ഉറങ്ങുകയും കഴിക്കുകയും ഒക്കെ വേണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെ ശല്യപ്പെടുത്താതെ നോക്കണം. ഇപ്പം നമ്മൾ ഈ സൂവിൽ പോകുമ്പോഴത്തേക്കും ഈ കുരങ്ങനൊക്കെ മരത്തിൻ്റെ മുകളിലായിരിക്കും. അപ്പം നമ്മൾ താഴെ ഇരുന്നിട്ട് എവിടെയാ ഇതിൻ്റെ കുരങ്ങൻ ഇരിക്കുന്നത്, കാട്ടിൽ പോയി കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിലായിരിക്കത്തില്ലേ, അതുപോലെ നമ്മൾ ഈ കാട്ടിൽ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അപ്പം മൃഗത്തിനെ നമ്മൾ പേഷ്യൻ്റായിട്ട് എവിടെ ആയിരിക്കുന്നത് നോക്കി അതിൻ്റെ ബിഹേവിയറൊക്കെ പഠിച്ച് സമയമെടുത്ത് പഠിച്ച് അതിൽ വെച്ചേക്കുന്ന ബോർഡൊക്കെ വായിച്ച് നോക്കി നമ്മള് വിവരം ഉണ്ടാകും. അപ്പൊ നിങ്ങൾ കൂടുതൽ ആരും മൃഗങ്ങളൊന്നും ഉപദ്രവിച്ചില്ലല്ലോ? ഇതുപോലെ ഫീഡ് ചെയ്യാനുള്ള സാധനമോ മൃഗങ്ങൾ ടെംപ്റ്റ് ഒന്നും ചെയ്തില്ലല്ലോ? നല്ല കുട്ടികൾ. ഒരു കൈഡി കൊടുത്ത നിങ്ങൾക്ക് തന്നെ. പാമ്പുകളെ വെള്ളത്തിന്റെ അകത്ത് പോകും. വെള്ളത്തിന്റെ അകത്ത് പോകാൻ കഴിഞ്ഞ എങ്ങനെ ശ്വാസം വിടും? അത് പാമ്പ് വെള്ളത്തിനകത്ത് പോയാൽ എങ്ങനെ അവര് ശ്വാസം മുട്ടും? നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ. അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പുകളുണ്ട്, വെള്ളം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പാമ്പ്. ഇപ്പം നീർക്കോലി, അനാക്കൊണ്ട, അങ്ങനെയൊക്കെയുള്ള പാമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പം പക്ഷേ ഈ മീനിൻ്റെ കൂട്ട് ചെകിളയില്ല. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ശരിക്കും അതിന് ശ്വാസം എടുക്കാനായിട്ടുള്ള കഴിവില്ല. അപ്പോൾ എന്തുവാണെന്നറിയോ, വെളിയിൽ നിന്ന് കരയിലിരിക്കുമ്പം എയർ എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങും. വെള്ളത്തിൽ ശ്വാസം മുട്ടുന്ന സമയമാകുമ്പോൾ പതുക്കെ മുകളിൽ വന്ന് വെള്ളം എടുക്കും. മൂക്ക് മാത്രം മുകളിലോട്ട് വെള്ളത്തിന് മുകളിലെടുത്ത് വീണ്ടും ശ്വാസം എടുത്തിട്ട് പോകും. അപ്പം കുറേ നേരം ഈ പാമ്പിന് ശ്വാസം പിടിച്ചിരിക്കാനായിട്ട് കഴിവുണ്ട് ഈ വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പ്. സംശയം മാറിയോ? വേറൊരു സംശയം. ഏതെല്ലാം പാമ്പുകളും ഇങ്ങനെ ഓടി വന്ന് മനുഷ്യർ പിടിക്കാൻ പോകുമ്പോ അതങ്ങനെ വാ തുറന്ന് കക്കും. വാ തുറക്കുമ്പോ വിഷം വെളിയിൽ വരും. ഓ, അത് കാർട്ടൂണിൽ കണ്ടായിരിക്കും അല്ലേ? കാർട്ടൂണല്ല, അനിമൽ പ്ലാന്റ്. ഒറിജിനൽ ആണോ? ആണോ? ഷോ, എനിക്ക് വയ്യ. അപ്പൊ ഇതെങ്ങനെ പറഞ്ഞ സംഭവം എന്താണ്? ഒരു പാമ്പ് നമ്മൾ പിടിക്കാൻ പോകുമ്പോ അത് ഉടനെ വായിന്ന് വിഷം വരും. അതെങ്ങനെയാണ്? മോനെ ഇങ്ങനെ വിഷം ഇങ്ങനെ ചീറ്റുന്നതായിട്ടാണോ കണ്ടേ? അത് സ്പിറ്റിംഗ് കോബ്രയാ. സ്പിറ്റിംഗ് കോബ്ര. ഈ ടൈഗർ മനുഷ്യന്മാര് ടൈഗറിനെ പിടിക്കുമല്ലേ, അപ്പൊ ടൈഗർ അവരെല്ലാം കൊല്ലും. അപ്പൊ എങ്ങനെ മനുഷ്യന്മാര് ടൈഗറിനെ പിടിച്ച് കൂടിനകത്തിടും?
വെരി ഗുഡ് ക്വസ്റ്റ്യൻ. മോൻ ചോദിച്ചതിന്റെ ആൻസർ ആണ് ഇതായത്. ഇത് നമ്മൾ ഇത്രയും നേരം നിങ്ങൾ ചോദിച്ചില്ല എന്താണ് ആ അങ്കിൾ എവിടെ ഇരിക്കുന്നത്. ചേട്ടന്റെ പേരെന്താ? വിഷ്ണു. ഇത് വിഷ്ണു ചേട്ടനാണ് ഡോക്ടർ അങ്കിളിനെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നത്. വിഷ്ണു ചേട്ടൻ ഇവിടുത്തെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ് കേട്ടോ. അപ്പം ഒരു കൈയ്യടി കൊടുക്കാം നമുക്ക്. ഈ തോക്ക് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? എവിടെയാണ് കണ്ടിട്ടുള്ളത്? ട്വിൻ ബ്രദേഴ്സിലുള്ള സിനിമയിൽ ഈ തോക്ക് കണ്ടിട്ടുണ്ട് അല്ലേ? അതിലാരാണ് ഈ തോക്ക് ഉപയോഗിക്കുന്നത്? അത് ട്വിൻ ബ്രദേഴ്സിലെ തോക്ക്, ഇത് വേറെ തോക്ക്. ഈ തോക്ക് എന്താണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഈ മോൻ പറഞ്ഞില്ലേ ഈ കടുവ എങ്ങനെ പിടിക്കുമെന്ന്. ഓരോ മൃഗങ്ങളെയും നമുക്ക് മയക്കണമെന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഇഞ്ചെക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ദൂരെ നിൽക്കുന്ന കടുവ എങ്ങനെ മയക്കുമരുന്ന് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും? ദൂരെ നിന്ന് നമുക്ക് സിറിഞ്ച് പായിച്ച് അതിൻ്റെ ദേഹത്ത് കൊള്ളിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് കയറും, കടുവ മയങ്ങും. അപ്പം എന്താ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ദൂരെ നിന്ന് മരുന്ന് കൊടുക്കുന്ന സിറിഞ്ച്. ഇതാണ്ട് ഈ ഇതിനകത്തോട്ട് മരുന്ന് ഇങ്ങനെ നമ്മളിപ്പോൾ ഏത് മരുന്ന് ഇപ്പോൾ കടുവയെ കണ്ടു, അപ്പോൾ കടുവയുടെ എത്രയാണ് അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അങ്കിള് അത് തീരുമാനിക്കുക. അതിൻ്റെ പുറം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എത്രയാണ് അതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിനെ മയക്കാനുള്ള മരുന്ന് സിറിഞ്ചിനകത്ത് എടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നിറയ്ക്കും. സിറിഞ്ചിനകത്തോട്ട് നിറച്ചതിന് ശേഷം ഇങ്ങനെ ഒരു നീഡിൽ വെക്കും കേട്ടോ. നീഡിൽ വെച്ചിട്ട് ഇവിടെ പ്രഷർ കൊടുത്തിട്ട് ഇത് പറന്ന് പോകുമ്പോഴത്തേക്ക് അതിനൊരു ഫ്ലൈറ്റ് പോലെ ഒരു സാധനവും വെച്ച് കണ്ടോ മരുന്ന് നിറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ ഇങ്ങനെ ഇരിക്കും. കണ്ടോ ഇവിടെ ഇത്രയും കണ്ടോ മരുന്ന് കണ്ടോ. എന്നിട്ട് ഈ മരുന്ന് നിറച്ച സിറിഞ്ച് കണ്ടോ ഈ തോക്കിൻ്റെ പുറയിലോട്ട് കയറ്റി വെക്കും. കണ്ടോ ഇങ്ങനെ തോക്കിൻ്റെ പുറയിലോട്ട് കയറ്റി വെച്ചിട്ട് ഇതിനകത്തൂടെ നോക്കിയ ഒരു ലേസർ ഡോട്ട് ഉണ്ട്. മോൻ വന്ന് നോക്കി എന്ത് കാണുന്നു മോൻ പറയണേ. വെടി വെച്ച് കളയില്ല കേട്ടോ. പാവം ചേട്ടാ അവിടെ നിൽക്കുകയാണ്. എന്തുണ്ട് ഒരു ചുവന്ന കുത്ത് കണ്ടോ? ചുവന്ന കുത്ത് കണ്ടോ ഇതിനകത്ത് നോക്കേ. ഇതിനകത്ത് കണ്ടോ? ഒന്നുകൂടെ നോക്ക്, ചേർന്ന് എടുത്തു. ഇപ്പൊ കണ്ടോ? അപ്പം നമ്മള് എന്നിട്ട് ഏതാണ്ട് ഈ തോക്കിനകത്തെ തോക്കിനകത്ത് സിറിഞ്ചിനെ പ്രൊപ്പൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഗ്യാസ് കുറ്റി പോലെ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ഒരു സിലിണ്ടറായത്. അപ്പോൾ ഇത് കടുവ ദൂരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രഷർ കൂട്ടും. പ്രഷർ കൂട്ടുമ്പോൾ കണ്ടോ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രഷർ കൂടും. കടുവ അടുത്തോട്ട് വരുവാണെങ്കിൽ പ്രഷർ കുറയ്ക്കും. കുറച്ചിട്ട് ഇങ്ങനെ എയിം ചെയ്ത് കടുവ അടുത്ത് വരുമ്പോൾ അപ്പൊ എന്തായാലും ടൈഗറിനെ നമ്മൾ എങ്ങനെയാണ് ഇഞ്ചെക്ട് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മള് ഡോക്ടറെ ഒത്ത് നമ്മുടെ മൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം നമ്മൾ പഠിച്ചു. നമ്മൾ ഈ സൂയിൽ വന്ന് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിച്ചു ഇല്ലേ? പിന്നെ മൃഗങ്ങളെ എങ്ങനെ കെയർ ചെയ്യുന്നു, എന്താണ് അവരുടെ ഫുഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? പിന്നെ അടുത്തൊരു സംശയം മോൾ കൊണ്ടുവന്നു അല്ലേ? ഇതാണ് മൃഗങ്ങൾക്ക് ഇപ്പൊ വയ്യാതാവുമ്പം ചികിത്സിക്കാൻ പോകുമ്പോൾ മൃഗങ്ങൾ നിങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ എന്താ ചെയ്യാം? നല്ല ചോദ്യം കേട്ടോ അല്ലേ? നല്ല ക്വസ്റ്റ്യനാണ്. നമ്മൾ മൃഗങ്ങൾ ശരിക്കും ഇവർ വൈൽഡാണ്. അപ്പം ഈ വൈൽഡായിട്ടുള്ള മൃഗങ്ങളെ ചികിത്സിക്കാൻ നേരത്ത് ഇവർ നമ്മളെ സഹകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ കടുവ അല്ലെങ്കിൽ പുലി, ഇപ്പോൾ ഈ നല്ല വിഷ്യസ് ആയിട്ടുള്ള കടുവയും പുലിയും സിംഹത്തിൻ്റെ കൂട്ടിനകത്ത് കയറി അവരെ ചികിത്സിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ പറഞ്ഞ തോക്ക് വെച്ചിട്ട് ഈ തോക്കിൻ്റെ വലിയ സിറിഞ്ചിനകത്ത് കൊടുക്കാൻ പറ്റുന്ന മരുന്നാണെങ്കിൽ നമുക്ക് ഡാർട്ട് ചെയ്ത് മരുന്ന് കൊടുക്കാം. പിന്നെ നമുക്കുള്ള ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ക്വീസ് കേജ് എന്ന് പറയും. അതായത് കടുവയും സിംഹത്തിനെയും നമ്മൾ ഒരു കേജിനകത്തോട്ട് കൊണ്ടുവന്ന് അവരെ ഇങ്ങനെ ഞെരുക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കമ്പിയുടെ ഇടയിൽ കൂടെ ഡോക്ടറിന് കൈ അകത്തിട്ടിട്ട് അതിന് മരുന്ന് കൊടുക്കാനും ഇഞ്ചക്ഷൻ കൊടുക്കാനും ഒക്കെ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ ദൂരെ നിൽക്കുന്ന ഒരു മൃഗം അതിന് പനിയുണ്ടോ നോക്കാനായിട്ട് ദൂരെ നിന്ന് നോക്കുന്ന ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള അത്യാധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ തൊടാതെ തന്നെ നോക്കാൻ പറ്റും. പക്ഷേ മരുന്ന് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നിൽ ഈ ഒരു റിമോട്ട് ഡ്രഗ് ഡെലിവറി എക്യുപ്മെൻറ്റ്, ഈ തോക്ക് പോലത്തെ സാധനം, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വീസ് കേജിനകത്തേക്ക് കൊണ്ടുവരണം. ഡോക്ടർ ഒരുപാട് ഇവിടുത്തെ മനുഷ്യരുടെ നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഒരുപാട് കാലം ഇങ്ങനെ നോക്കി നമ്മൾ വളർത്തിയ മൃഗങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം, അതൊന്ന് റിക്കലക്ട് ചെയ്യാമോ? ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന
അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ സൂവിൽ മരണപ്പെടുന്നത് മിക്കവാറും വയസ്സായിട്ടാണ്, ഒരുപാട് വയസ്സായിട്ട്. അപ്പം നമുക്ക് ഈ വയസ്സാവുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും അതിൻ്റെ. കാരണം ഈ കാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾക്ക് ആഹാരം കിട്ടാതെയും ഒക്കെ വരുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് മരണപ്പെടും. പക്ഷെ സൂവിലാകുമ്പോഴത്തേക്കും ഇവർക്ക് ഇര തേടേണ്ട, അതിനുള്ള ആഹാരം കിട്ടും, ചികിത്സ കിട്ടും. അതുകൊണ്ട് ഇവർ കൂടുതൽ നാൾ ജീവിക്കും. അപ്പം മിക്കവാറും മൃഗങ്ങൾ വയസ്സായിട്ടായിരിക്കും ചാവുന്നത്. വയസ്സാവാതെ ചാവുന്ന മൃഗങ്ങൾ ശരിക്കും നമുക്ക് വലിയ ദുഃഖം തരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഷോക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മളെ ഡോക്ടർ നമ്മുടെ ഇവിടുത്തെ ജീവികളുടെ ലൈഫ് സ്പാൻ ഒക്കെ പറഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ആയുസുള്ള അനിമൽ ഏതാണെന്ന് അറിയാമോ മോനെ? അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? ലയൺ എന്ന് മോൻ പറഞ്ഞു. ലയൺ ശരിയാണോ? മോൾക്ക് ഏതാന്ന് തോന്നുന്നു? പീകോക്കിന് എത്ര വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ പറ്റും? ഒന്ന് കൊടുത്തേ. പീകോക്ക് പീകോക്ക് അറിഞ്ഞൂടാ, എന്നാലും ഏറ്റവും കൂടുതൽ പീകോക്ക് ആയിരിക്കും ജീവിക്കുന്നത്. മോനെ റഹ്മാനെ, ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ഇതാണ്. അവന് കൈയടി കൊടുത്തേ. ഉത്തരം പറഞ്ഞു. എന്താണ് പറഞ്ഞേ? ആമയില്ലേ? നമ്മുടെ ആമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ളത്. ഓരോ ജീവികൾക്കും ഈ ലൈഫ് സ്പാൻ ഭയങ്കര വ്യത്യാസമാണ്. മോൻ നേരത്തെ പറഞ്ഞ പോലെ സിംഹത്തിന് എത്ര വരുമെന്നറിയോ? ഏകദേശം 17 തൊട്ട് 18, മാക്സിമം 20 വർഷം വരെ അത് ജീവിക്കുകയുള്ളൂ. അപ്പം വളരെ ആക്റ്റീവായിട്ടുള്ള ജീവികൾ, ഇര പിടിച്ച് പ്രൊഡേറ്റ് ചെയ്ത് ജീവിക്കേണ്ട, അങ്ങനെ മെറ്റബോളിസം ഹൈ ആയിട്ടുള്ള ജീവികളൊക്കെ പെട്ടെന്ന് ജീവിക്കും, മരിക്കും. എന്നാൽ സ്ലോ ആയിട്ട് ജീവിക്കുന്ന, ബോഡി മെറ്റബോളിസം വളരെ കുറവായിട്ടുള്ള സ്ലോ ആയിട്ടുള്ള ജീവികൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കും. കാരണം അവരുടെ ആക്ടിവിറ്റിയും അവരുടെ ഫിസിക്കൽ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ലോഞ്ചിവിറ്റിയും കൂടും. നമ്മുടെ ഈ മുതലയും ഒക്കെ ഒരുപാട് വർഷം ജീവിക്കും. മനസ്സിലായല്ലോ? അപ്പൊ മുതല മരിക്കാൻ ഒരുപാട് സമയം എടുക്കും. മുതലേക്ക് ഒരുപാട് ആയുസുണ്ട് കേട്ടോ. ഇപ്പൊ സൂവില് ഞാൻ കണ്ടപ്പം ചില മുതലുള്ളത് വെള്ളത്തിലും കരയിലും കടന്നിട്ട് അത് കണ്ണടയ്ക്കും വായയും തുറന്നു വയ്ക്കും. അതെന്തുകൊണ്ട്? മോനെ, ഇത് ഈ മുതല, ഈ നമ്മുടെ പാമ്പ്, അവരൊക്കെ ഉരകങ്ങൾ കോൾഡ് ബ്ലഡഡ് ആനിമൽ എന്ന് പറയും. നമ്മുടെ ശരീരത്തെ തൊടുമ്പോഴത്തേക്ക് നമുക്കൊരു ടെമ്പറേച്ചർ ഇല്ലേ? നമുക്ക് പനി, ആ ടെമ്പറേച്ചർ കൂടിയാൽ പനിയാന്ന് പറയും. ആ ടെമ്പറേച്ചർ കുറഞ്ഞാൽ തണുപ്പ് വരികയല്ലേ? അപ്പോൾ ആ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പക്ഷേ ഈ പാമ്പും ഇങ്ങനത്തെ ഉരകങ്ങളൊക്കെ അവർക്കൊരു ടെമ്പറേച്ചർ ഇല്ല. അവരെവിടെ കിടക്കുന്നോ അതാണ് അവരുടെ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് നമ്മുടെ ഈ സൂവിനകത്തെ ഈ പാമ്പിൻ്റെ കൂട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി മുകളിലൊരിത് കാണും, പിന്നെ തണുപ്പ് കിട്ടാൻ വേണ്ടി വെള്ളം കാണും. ചില കൂടുകളിൽ പോയി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചട്ടിക്കകത്ത് ബൾബ് വെച്ചേക്കുന്ന കാണും. എന്തിനാ? ചൂട് വേണ്ടുന്നപ്പം അവരതിൻ്റെ ചട്ടിയുടെ ചുറ്റും പോയി ചൂടിൻ്റെ കിടക്കുമ്പോൾ അവർക്ക് ചൂട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഈ പ്രകൃതിയിലുണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ വേരിയേഷനാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മുതലുകൾക്ക് സൂര്യപ്രകാശം ഏറ്റ് അവർ ബാസ്ക് ചെയ്ത് കിടക്കും. ഇതിന്റെ ഏരിയ മൊത്തം എത്ര വരും സാർ? ഇവിടെ സൂ മുഴുവൻ മൃഗശാലയുടെ മൊത്തം ഏരിയ 36 ഏക്കറാണ്. 36 ഏക്കറാണ്. അനോക്കോണ്ട ഇപ്പം ചെറുതാണ്. ഇപ്പം അത് വലുതാകുമ്പോൾ അത് ആക്രമിക്കാൻ തുടങ്ങിയെങ്കിൽ ഇപ്പം അനോക്കോണ്ട നിങ്ങൾ എന്താ ചെയ്യുക? എന്തായാലും ഇവിടെ ഒരുത്തിന് ഞാൻ പേരിട്ടു കേട്ടോ. ഒരാൾക്ക് ഇവിടെ പേരിട്ടു, സംശയം കുട്ടമ്പിള്ള. സംശയം കുട്ടമ്പിള്ളയുടെ അടുത്ത സംശയം എന്താണ്?